നന്മ 24ലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തെ HMT കവലയിലാണ്. ഇവിടെ രൂക്ഷമായിട്ടുള്ള ട്രാഫിക് കുരുക്കായിരുന്നു. ഈ ട്രാഫിക് കുരുക്ക് അഴിക്കാൻ പുതിയ ഗതാഗത സംവിധാനം ഇവിടെ ഏർപ്പെടുത്തി. കഴിഞ്ഞ ദിവസമാണ് മന്ത്രി പി രാജീവ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിനുശേഷം ഇപ്പോൾ നന്മ 24 ഇവിടെ എത്തുമ്പോൾ ഏകദേശം 1.5 മണിക്കൂർ ഈ ഒരു പ്രദേശത്ത് മുഴുവനായി സഞ്ചരിച്ചു. ഇവിടെ യാതൊരു ട്രാഫിക് കുരുക്കും ഇപ്പോൾ കണ്ടില്ല. അതായത് 100% ഇത് വിജയകരം ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നമ്മൾക്ക് ഓരോ ജംഗ്ഷനും ഇപ്പം ഞാൻ നിൽക്കുന്നത് HMT കവല, ഇവിടെ നിന്ന് പ്രത്യേകിച്ച് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ, അതുകൂടാതെ ആലുവ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഈ HMT കവലയിലെത്തി ഇവിടെ നിന്ന് TVS ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് സ്ട്രെയിറ്റും അതുകൂടാതെ ആലുവ ഭാഗത്തേക്ക് റൈറ്റും തിരിഞ്ഞു പോകണം. അപ്പം ഈ പ്രദേശത്ത് ഉണ്ടായിരുന്ന ട്രാഫിക് കുരുക്ക് അതിരൂക്ഷമായിരുന്നു. അത് ഇപ്പോൾ ഒഴിവായി. അപ്പം അത് എങ്ങനെയാണ്, എത്രത്തോളം ഗുണകരമായി എന്ന് നമുക്ക് നോക്കാം. ഏതായാലും ഇപ്പോൾ HMT ജംഗ്ഷനുള്ളത് നമ്മൾ കണ്ടു. ഇനി നമ്മൾക്ക് TVS ജംഗ്ഷനിലുള്ള ഇപ്പോഴത്തെ ട്രാഫിക് കുരുക്ക് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് TVS ജംഗ്ഷൻ. കളമശ്ശേരി ഭാഗത്തു നിന്ന് വാഹനങ്ങൾ വരുന്നു. എറണാകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ കളമശ്ശേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ തിരിച്ച് ആലുവ ഭാഗത്തേക്ക് ടേൺ എടുത്ത് പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ട്രാഫിക് കുരുക്കില്ല എന്ന് നമുക്ക് കൃത്യമായിട്ടും ബോധ്യമാകും. ഇനി ഇവിടെ നിന്ന് ആലുവ ഭാഗത്തേക്ക് പോകുന്ന ഈ ഒരു വഴി വൺ വേ ആക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ആര്യ ഹോട്ടലിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ അവിടെ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കും സീപോർട്ട് എയർപോർട്ട് റോഡ് ഭാഗത്തേക്കും ഈ ഒരു ജംഗ്ഷൻ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഇപ്പോൾ യാതൊരു ബ്ലോക്കും കാണുന്നില്ല. കുറേ നേരം ഇപ്പം കുറച്ച് മുമ്പ് ഒരു അരമണിക്കൂറോളം ഇപ്പോൾ നന്മ 24 ഇവിടെ ഇത് വീക്ഷിച്ചു. പക്ഷേ ഇവിടെ ഒരു പ്രാവശ്യം പോലും ഒരു ബ്ലോക്ക് ഇവിടെ അനുഭവപ്പെട്ടില്ല. ഏതായാലും ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു പ്രശ്നമുള്ളത്, കാൽനട യാത്രക്കാർക്ക് ഇവിടെ നിന്ന് ക്രോസ് ചെയ്യാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ആളുകളെ സഹായിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ ഇത്രയും തിരക്കുള്ള ഈ ഒരു ജംഗ്ഷനിൽ ഒരു എലിവേറ്റഡ് വാക്ക് വേ തന്നെ വേണ്ടി വരും. അതിൻ്റെ ഒരു കുറവ് ഇവിടെയുണ്ട്. വീണ്ടും നമ്മൾ HMT കവലയിലെത്തി. ഇവിടെ നമ്മൾക്കിപ്പോൾ തന്നെ കാണാം ആലുവ ഭാഗത്ത് നിന്ന് ഒരു ആംബുലൻസ് വരുന്നത് കാണാം. നേരത്തേക്ക് ഈ ഒരു ഭാഗത്ത് ആംബുലൻസ് ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി വളരെ സുഗമമായി തന്നെ ആംബുലൻസ് ഇതുവഴി പാസ് ചെയ്തു പോയി. അതുപോലെ തന്നെ ഇവിടെ വാഹനങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതി ഇപ്പം ഇല്ല. നമുക്ക് ഇപ്പോൾ ഒന്ന് കാണാൻ പറ്റുന്നത് ഇവിടെ നിന്ന് സീപോർട്ട് എയർപോർട്ട് ഭാഗത്ത് നിന്നുള്ള വാഹനങ്ങൾ വന്ന് അത് നേരെ TVS ജംഗ്ഷനിലേക്ക് പോകുന്ന ആ ഭാഗത്ത് നിരനിരയായി വാഹനങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ കെട്ടിക്കിടക്കുന്ന ഒരു ട്രാഫിക് കുരുക്ക് ഇവിടെ അനുഭവപ്പെടുന്നില്ല. നല്ല രീതിയിൽ തന്നെ ഇവിടെ നിന്ന് വാഹനങ്ങൾ നീങ്ങുന്നുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കും. ഏതായാലും പുതിയ ട്രാഫിക് പരിഷ്കാരം വിജയകരമാണ് എന്നുള്ളത് തീർച്ചയായും നമ്മുടെ പ്രേക്ഷകർക്ക് ബോധ്യമായി കാണും. അതിൻ്റെ നേർക്കാഴ്ചയാണ് നന്മ 24 കാണിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ വിജയത്തിനായി ഈ നാട്ടുകാർ, ഈ പരിസരത്തുള്ള നാട്ടുകാരും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കടകളും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളും അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികൾ അതുപോലെ നിരവധി കമ്പനികൾ ഇവരെല്ലാവരും കൈകോർത്തുകൊണ്ടാണ്, എല്ലാവരുടെ സഹകരണത്തോടെയാണ് ഈ ഒരു വിജയം കൈവരിച്ചത് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. പിന്നെ മറ്റൊന്ന് എടുത്തു പറയേണ്ടത് മന്ത്രി പി രാജീവിൻ്റെ ഇടപെടലാണ്. അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള വീക്ഷണവും ദീർഘവീക്ഷണവും എല്ലാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലുള്ള ജനപ്രതിനിധികളാണ് നമ്മുടെ നാടിനാവശ്യം. ഏതായാലും ഇവിടെ വിജയം കണ്ടു. ഇനി അടുത്തത് കാക്കനാട് ഭാഗത്ത് IT നഗരത്തിലെ കാക്കനാട് കളക്ട്രേറ്റിൻ്റെ തൊട്ടടുത്തുള്ള സിഗ്നൽ ജംഗ്ഷൻ, KBPS ജംഗ്ഷൻ, അതുപോലെ തന്നെ IMG ജംഗ്ഷൻ, ഔലിമുകൾ ജംഗ്ഷൻ, ഈ പ്രദേശത്തൊക്കെ രൂക്ഷമായിട്ടുള്ള ട്രാഫിക് കുരുക്കുണ്ടായി. ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ട ഒരു മാർഗരേഖ
തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര നഗരസഭയുമായി ബന്ധപ്പെട്ട ട്രാഫിക് പോലീസ് എല്ലാം സംസാരിച്ചു കഴിഞ്ഞു. ഏതായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും ACP, DCP അതുപോലെ തന്നെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെ എല്ലാം പൂർണ്ണ സഹകരണത്തോടെയാണ് ഇത് നടപ്പാക്കിയത്. എടുത്തു പറയേണ്ടത് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള സ്റ്റഡി നടത്തിയത് ട്രാഫിക് SI ജോസഫ് സാറാണ്. ഏതായാലും ഇത് നടത്തുന്നത് പൂർണ്ണമായിട്ടും വളരെ വിജയകരമായി നടപ്പാക്കിയ ഇതുമായി സഹകരിച്ച എല്ലാവർക്കും നന്മ 24ൻ്റെ ബിഗ് സല്യൂട്ട്.